നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ഫലങ്ങളെക്കുറിച്ചാണ്. നിരവധി ഫലങ്ങളുണ്ട്. ഫലദീപിക, ജാതക പാരിജാതകം, അതേപോലെ തന്നെ മാനസാഗിരി ജാതകപതി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഗ്രന്ഥങ്ങളിലും ഒക്കെ ആയിട്ട് നിരവധി വിഷയങ്ങൾ രണ്ടാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ വരും എന്ന് പറയുന്നു. പക്ഷേ രണ്ടാം ഭാവം 6-8-12 കഴിഞ്ഞ് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു സ്ഥലമാണ് രണ്ടാം ഭാവം. പ്രത്യേകിച്ച് 7-ാം ഭാവത്തിൻ്റെ 8-ാം ഭാവവും കൂടി ആയതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ വളരെ എവിഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്. 7-ാം ഭാവാധിപൻ 2-ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുകയോ രണ്ടിൽ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വാക് സ്ഥാനമാണ്. ഭർത്തവ്യ അഖിലം വിത്തമാണി എന്ന പ്രമാണം കിടക്കുന്ന പ്രശ്നമാർഗത്തിൽ. അപ്പം അത് നമ്മുടെ മുഖമാണ്, നമ്മുടെ വാക്കാണ്, നമ്മുടെ വിദ്യയാണ്, ധനമാണ്, നമ്മളായി ഉണ്ടാക്കുന്ന കുടുംബമാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട വ്യാഴം കാരകനായിരിക്കുന്ന ഒരു ഭാവമാണ്. വിദ്യയും വാക്കും ധനവും നമ്മുടെ നാക്കും സരസ്വതി സ്ഥാനമാണ്. നമ്മുടെ നാക്കും ഒക്കെ ഇവിടെയാണ് ബന്ധപ്പെട്ടത്. വാസ്തവത്തിൽ കമ്മ്യൂണിക്കേഷൻ 3-ാം ഭാവമാണ്. നമ്മളെന്തെങ്കിലും ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എഴുത്ത്, വായന, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എഴുതി പറയുന്നത്, പ്രസംഗം, ഇതെല്ലാം ശരിക്കും 3-ാം ഭാവമാണ്, കമ്മ്യൂണിക്കേഷനാണ്. വാസ്തവത്തിൽ 2-ാം ഭാവം വാക്സ്ഥാനം എന്ന് പറയുന്നത് സരസ്വതി സ്ഥാനമാണ്. നമ്മുടെ സ്വഭാവാനുസൃതമായിട്ട് വരുന്ന നമ്മുടെ സംസാരം എല്ലാം 2-ാം ഭാവമായിട്ടാണ് ബന്ധപ്പെട്ടത്. 2-ാം ഭാവത്തിൽ രവി നിന്നാൽ എന്താ ഫലം എന്നുള്ളതാണ്. 2-ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഈ പറയുന്ന കുടുംബത്തോടും, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു മത്സരം അവരോടും, അതേപോലെ തന്നെ ഒരു മത്സരബുദ്ധി, ഒരു അവിടെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും രവിക്ക്. അപ്പം 2-ൽ രവി നിൽക്കുന്നവർ ഉറപ്പായിട്ടും മഹാദേവൻ്റെ പ്രീതി വരുത്തണം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഗ്രഹങ്ങളുടെയും വളരെ വ്യത്യസ്തവും വിശദമായിട്ടുള്ള പരിഹാരമാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോതിഷയുടെ അടുത്ത് അന്വേഷിച്ചോ അല്ലെങ്കിൽ സ്വയം ചെയ്തോ മനസ്സിലാക്കുക. ഓരോ ഗ്രഹനിലകൾ യുണീക്ക് ആയതുകൊണ്ട് ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് കൊണ്ടാണ് നമ്മളൊരു പരിഹാരത്തിലേക്ക് എത്തുന്നത്. പൊതുവിൽ 2-ാം ഭാവത്തിൽ രവി നിന്നാൽ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക്, ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചില വിഷയങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. രാഷ്ട്രീയപരമായിട്ടൊക്കെ ധനങ്ങൾ മുടക്കിയിട്ട് പൈസയൊക്കെ പോകും. ഫെയിമിന് വേണ്ടിയിട്ട് ധനം മുടക്കിയിട്ട് പൈസ പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് കുറച്ചൊരു രാജാവിനെ പോലെയായിരിക്കും ഇവർ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ. 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ എന്തായാലും ഫലം സൗമ്യനായിരിക്കും. എന്തും തനിക്ക് എന്ത് കിട്ടും എന്നുള്ള ലാഭം നോക്കി അവരുടെ മുന്നിൽ തൻ്റെ വില നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. വളരെ സൗമ്യമായിട്ടായിരിക്കും, വളരെ ചിരിച്ചുകൊണ്ടായിരിക്കും. നമുക്ക് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഇമോഷണലി ഭയങ്കര സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇമോഷണലാണ് കുറച്ച്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നും, പൈസ കടം തന്ന് സഹായിക്കും. പക്ഷേ ഇതിനെല്ലാം ഒരു മോട്ടീവ് ഉണ്ടാവും, ലാഭം ഉണ്ടാവും. ചന്ദ്രനും ബുധനുമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ലാഭം ഉറപ്പായിട്ടും കണ്ടെത്തും, അല്ലെങ്കിൽ അത് അവർ ശ്രദ്ധിക്കും. ഇപ്പം ചന്ദ്രൻ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കും. ചന്ദ്രൻ 2 നിന്ന് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ധനം ചിലവാക്കും, വളരെ ഫാസ്റ്റായിട്ട് ധനം പോകും, ഫാസ്റ്റായിട്ട് വരും, വളരെ പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പെട്ടെന്നുള്ള വളർച്ച, പെട്ടെന്നുള്ള തളർച്ച, ഇതൊക്കെ വരും. 2-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ എങ്ങനെയായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളത് നോക്കിയാൽ, ഇന്ന് നരസിംഹ ജയന്തി കൂടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ കാര്യം പറയുമ്പോൾ ഭഗവാനെ ഒന്ന് നമസ്കരിക്കാം. ഭക്തപ്രഹ്ലാദനെ രക്ഷിച്ച നരസിംഹമൂർത്തി. 2-ൽ ചൊവ്വ നിൽക്കുമ്പം നമുക്ക് വാക്ക് തന്നെ എടുക്കാം. റിക്വസ്റ്റ് പോലും ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നത്, അല്ല ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ മറ്റുള്ളവർക്ക് തോന്നും. വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെടും. 2-ൽ കുജൻ നിൽക്കുന്നവർക്ക് ഭയങ്കര ദേഷ്യം സംസാരിക്കും. കുജനും ശനിയും ഒക്കെ 2-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. 2-ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമായ വാക്കുകൾ, വൃത്തികെട്ട ആൾക്കാർക്ക് ഒന്ന്
നമ്മൾ പറയത്തില്ലേ സ്റ്റാൻഡേർഡ് ഇല്ലാന്ന്, പക്ഷെ പറയുന്നത് അവരുദ്ദേശിക്കുന്നതായിരിക്കത്തില്ല. ഈ ശനി കുജ കോമ്പിനേഷൻസ് ഒക്കെ രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ വാക്കിന് വരുന്നത് ചിലപ്പോൾ വിക്കൊക്കെ വരാം കേട്ടോ, സ്റ്റാമറിങ് ഒക്കെ വരാം. അത് ബുധന്റെ നക്ഷത്രത്തിലാണെങ്കിലും ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയാണ്. പൊതുവിൽ ചൊവ്വ നിൽക്കുമ്പം തെറ്റിദ്ധരിക്കപ്പെടുക, ആജ്ഞാപിക്കുക, എനിക്ക് ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുക, ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുക, അതുപോലെ വളരെ ധിക്കാരിയായിട്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നിരപ്പുണ്ടാവില്ല ഇവരുടെ പല്ലിന്. നിരപ്പുണ്ടാവാതെ പല്ല് വന്നിട്ട് കോമ്പല്ലുകൾ ഇവർക്കുണ്ടാവും രണ്ടിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ. രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിച്ച ആൾക്കാരെ കയ്യിലെടുത്ത് കളയും. രണ്ടാം ഭാവത്തിൽ പ്രത്യേകിച്ച് ഹാസ്യം വഴങ്ങും. നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിൻ്റെ അതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് മറുപടി പറയുന്നത്, പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ബുധൻ 2 നിൽക്കുമ്പോഴാണ്. ബുധൻ 2 രണ്ടാം ഭാവം അത് മീനൻ രാശിയായാലും നീചനായാലും ഈ പഴമയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. സ്റ്റാമ്പ് കളക്ഷൻസ്, പഴയ ലെറ്ററുകൾ, പഴയ സാധനങ്ങൾ, പണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ തന്ന സാധനങ്ങൾ, പണ്ട് കുട്ടിക്കാലത്ത് പഠിച്ച പുസ്തകങ്ങൾ, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുക. അല്ലെ പഴയ കോയിൻ കളക്ഷൻസ്, ഇതുപോലെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് ഒരു രീതി ഉണ്ടാവും. സമ്പാദിച്ച് വെക്കുന്ന അല്ലെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവും. ഏത് ഗ്രഹമായാലും അത് രണ്ടാം ഭാവത്തിൽ നീചനായിട്ട് നിന്നാൽ ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾ പഴയത് പുരാതനമായിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചേക്കണം കേട്ടോ. ഇതൊന്നും പുസ്തകങ്ങളിലില്ല, എനിക്ക് നിരീക്ഷണത്തിൽ കണ്ട കാര്യങ്ങളാണ്. നിങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ തന്നെ ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും അത് ഏതെങ്കിലും തരത്തിൽ 6ാം ഭാവാധിപനോ 6ാം ഭാവത്തിൻ്റെ നക്ഷത്രാധിപനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമോ ഒക്കെ വന്നാലുണ്ടല്ലോ, കഫക്കെട്ടൊഴിയില്ല. അതും കണ്ടിട്ടുണ്ട്. സ്ഥിരം കഫക്കെട്ടുണ്ടായിരിക്കും അവർക്ക്. അത് സംസാരിക്കുമ്പോൾ തന്നെ അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ആ കഫത്തിൻ്റെ ഒരു അസ്വസ്ഥത. വാസ്തവത്തിൽ കഫത്തിൻ്റെ ആൾ വ്യാഴമാണ് കഫത്തിൻ്റെ ആൾ. പക്ഷേ രണ്ടാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ഇതൊരു ഫലമാണ് കേട്ടോ. അതേപോലെ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ സംഗീതത്തിനെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക, നല്ല വടുവൊത്ത രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് 2ലേക്ക് ശുക്രൻ നിൽക്കുകയും നോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വളരെ പ്രണയാതുരമായ രീതിയിൽ സംസാരിക്കും, വളരെ മാധുര്യമായ രീതിയിൽ സംസാരിക്കും, വളരെ സ്നേഹത്തോടെ സംസാരിക്കും, റൊമാൻറ്റിക്കായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നവരായിരിക്കും. ഇതൊക്കെ 2ലെ ശുക്രനാണ്. അതുപോലെ തന്നെ കന്നിരാശിയാവുകയും ശുക്രൻ അവിടെ നിൽക്കുകയും ചെയ്താൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നീചനാവുമ്പം പഴയ മോഡൽ സാധനങ്ങളോടും പഴയ രീതിയിലുള്ള വസ്ത്രങ്ങളോടും ഒരുങ്ങുന്നതൊക്കെ ഒരു പഴയ ശൈലിയിലൊക്കെ ആയിരിക്കും. അപ്പം ഒരുങ്ങുന്നതൊക്കെ ആ പഴയ ശൈലിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കാണുമ്പോൾ തന്നെ കുറച്ച് എത്നിക്കായിട്ടൊരു എത്നിക് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു പഴമയുടെ ഒരു രീതി അവർക്ക് ഫീൽ ചെയ്യും. അവരെ കാണുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജാതകം നിങ്ങളൊന്ന് മേടിച്ച് പരിശോധിക്കുക. 2ലോ 2ാം ഭാവത്തിനോ 2ാം ഭാവാധിപനുമായിട്ട് യോഗമോ ഒക്കെ ശുക്രന് കന്നിയിൽ വന്നിട്ടുണ്ടാവും, അല്ലെ കന്നിയിൽ നവാംശം വന്നിട്ടുണ്ടാവും. നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഞാൻ ഒരു പോയിൻ്റായിട്ട് പറയുമ്പം അതിനെ പല ഏരിയകളിൽ വെച്ചിട്ട് പല ഡയമെൻഷനിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കണം കേട്ടോ. അടുത്ത നമുക്ക് ശനിയിലേക്ക് പോവാം. ശനി 2ൽ നിന്നാൽ സംസാരം, ഞാൻ പറഞ്ഞില്ലേ, സംസാരം കുറച്ച് ഡിലേ ആവും. എപ്പോഴും ഒരു ഡിലേ, അതെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഫ്രണ്ടിൽ 2 പല്ല് ഭയങ്കര നീളത്തിലായിരിക്കും, വല്ലാണ്ട് നീളത്തിൽ 2 പല്ല് കാണും. ശനി പൊതുവേ ബലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരപരാന്നുള്ള തൊലിയും നീളത്തിലുള്ളതും തടിച്ച ചുണ്ടുകളും ഒക്കെ ആയിരിക്കും. ഗ്യാപ്പുള്ള പല്ല് വരും. ഇങ്ങനെ പല്ലിന് ഫ്രണ്ടിലത്തെ പല്ലിനൊരു വിടവ് വരും. മനസ്സിലായോ? അത് പ്രത്യേകിച്ച് താഴത്തെ പല്ലിനായിരിക്കും വിടവുകൾ കൂടുതൽ. ശനി ഒരുപാട് സ്വാധീനിച്ചാൽ ഫ്രണ്ടിൽ വലിയ 2 കോമ്പലും താഴത്തെ പല്ലുകളെല്ലാം ഇങ്ങനെ അകന്നകന്നിരിക്കും. 2ാം ഭാവാധിപനായിട്ട് 2മായിട്ടൊക്കെ യോഗം ചെയ്യുകയോ 2ാം ഭാവത്തിൽ ശനി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ കേട്ടോ, വാ സംബന്ധമായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വാ പൊട്ടൽ, വാ പുണ്ണ്, വായ്ക്ക് പല്ലുകൾ ആയിട്ട് കമ്പിയിട്ട് അങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 2ൽ ശനി നിൽക്കുകയും ഈ പല്ലിൻ്റെ അകൽച്ചയും ഒക്കെ കണ്ടാൽ ആലോചിച്ചോണം, അവർക്കൊരു റിലേഷൻഷിപ്പിലൊരു വലിയ തിരിച്ചടി ജീവിതത്തിലുണ്ടാവും എപ്പോഴെങ്കിലും. അതിപ്പോൾ വിവാഹം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം പ്രണയിച്ചിട്ടും ആവാം. ഈ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോകും.
അടുത്തത് ജൂപ്പിറ്ററാണ്, വ്യാഴമാണ്. വ്യാഴം 2-ൽ നിന്നാൽ, ഇവര് 2-ൽ വ്യാഴം നിൽക്കുന്നവര് ജനിക്കുന്നത്, ഒരു ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്, ഇവർ ജനിച്ചപ്പോൾ തന്നെ ഇവരുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരെ ഗ്യാദർ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ നടന്ന ശേഷമായിരിക്കാം ഇവരുടെ ഒരു ജനനത്തിന് കാരണമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത്. 2-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിൽ അച്ഛനിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുകയും ഭാവിയിൽ അച്ഛനുമായിട്ടൊരു അകൽച്ച വരികയും ചെയ്യുന്ന അത് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭാവചിന്തയിൽ 9-ാം ഭാവത്തിൻ്റെ 6-ാം ഭാവത്തിൽ വ്യാഴം പോയാൽ അച്ഛനിൽ നിന്ന് നന്നായി സപ്പോർട്ട് കിട്ടുകയും പിന്നീട് അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നതായിട്ട് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് തന്നെ അനുഭവത്തിലും ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവേ ജൂപ്പിറ്റർ ഒപ്റ്റിമിസ്റ്റിക് പ്ലാനറ്റ് അല്ലേ, അത് വിസ്ഡത്തിൻ്റെയും നോളജിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും ധനത്തിൻ്റെയും ഒക്കെ കാരകനല്ലേ. അപ്പോൾ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വളരെ നന്നായിട്ട് ഫിലോസഫിക്കലായിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ വ്യാഴം സംസാരിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ നിൽപ്പാണ് പ്രധാനം. ശുഭഗ്രഹമല്ലേ, അപ്പം നിൽപ്പാണ് പ്രധാനം. അപ്പം വ്യാഴം നിൽക്കുമ്പം അവർ വളരെ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കും. വല്ലാണ്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. ടീച്ചറിനെ പോലെ പെരുമാറും. പഠിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ആളായിരിക്കും. ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറും. വിസ്ഡത്തിൻ്റെ ആളല്ലേ, 2-ാം ഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുമ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിൽ, അഭിഭാഷകരാകുമ്പം, അങ്ങനെയൊക്കെയുള്ള മേഖല, ഇവരുടെ തൊഴിൽ മേഖലകളിൽ സംസാരിച്ച് അവരോടൊരു അടുപ്പം ഉണ്ടാക്കി വെക്കും. 2-ാം ഭാവത്തിൽ വ്യാഴം അതിനൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2-ലെ വ്യാഴം ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടുവരും. പ്രത്യേകിച്ച് വിവാഹശേഷം 2-ലെ വ്യാഴം ഫിനാൻഷ്യൽ ഇഷ്യൂസ് തരും ഇവർക്ക്. പക്ഷേ ഇവർക്ക് അതിൽ നിന്ന് തരണം ചെയ്തു പോകാൻ ഏത് സമയവും അവർക്ക് ധനത്തിന് ആവശ്യം വരുമ്പോൾ ഇവരെ രക്ഷിക്കാൻ പ്രകൃതിയായിട്ടൊരു ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ധനം ഇവർക്ക് വരും. അത് ഈ 2-ലെ വ്യാഴക്കാരുടെ ഒരു പ്രത്യേകത. കാരണം വിവാഹശേഷം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ ഇവർ കടന്നു പോയാലും പേടിക്കേണ്ട. ഇവർക്ക് തരണം ചെയ്യാനുള്ള ഒരു ധനം, അല്ലെങ്കിൽ തരണം ചെയ്യാനുള്ള ആ സാഹചര്യത്തിൽ അവസാന നിമിഷം ആ ധനം അവരിലേക്ക് വന്നു ചേരുകയും ചെയ്യും. വ്യാഴമല്ലേ 2-ല്. അപ്പോൾ കുടുംബം, അല്ലെങ്കിൽ കുടുംബം പോലെയുള്ളവർ നമ്മൾ ഗ്യാദർ ചെയ്യുന്ന 2-ാം ഭാവം. അപ്പം കുടുംബം പോലെ നമ്മളെ വളരെ സ്നേഹിച്ച് നിർത്തിയിരിക്കുന്ന ആൾക്കാർ, അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ, ഗുണാനുഭവങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അച്ഛൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ, ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തവരെ മറന്നു പോയി അവർക്കൊരു വിഷമമായാൽ അത് ശാപമാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വ്യാഴം വക്രവും കൂടിയാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അത് വലിയ ബുദ്ധിമുട്ടുകൾക്ക്, നമ്മുടെ അസ്തിത്വം, അതായത് വീട്, വിദ്യ, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി, ഈ ശാപതാപങ്ങൾ കാരണം നമുക്കുള്ള അറിവുകളും കഴിവുകളും ഒന്നും നമുക്ക് ഫലമാവാത്ത രീതി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആവാതെ പോകും. പിന്നുള്ള 2-ലെ വ്യാഴത്തിൻ്റെ വേറൊരു ഫലം എന്ന് പറയുന്നത്, ഇവർ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. കൊണ്ട് ഭയങ്കര ഫിലോസഫിയും ഭയങ്കര സ്പിരിച്വാലിറ്റിയും ഒക്കെ പറയും. അമ്പലത്തിലൊക്കെ പോവും, നാമമൊക്കെ ജപിക്കുകയും ചെയ്യും. പക്ഷെ കൊണ്ട് ഭയങ്കര സ്പിരിച്വാലിറ്റിയും ഭയങ്കര ഫിലോസഫിക്കലായിട്ടും വലിയ വലിയ കാര്യങ്ങളൊക്കെ തള്ളിവിടും. പക്ഷെ ഉള്ളിൽ അത്രയും വിസ്ഡം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 2-ലെ വ്യാഴം നിൽക്കുന്നവർ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രെയിൻ ആവും, പെട്ടെന്ന് ക്ഷീണിക്കും. കാരണം ഇവരുടെ എനർജി പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. പ്രത്യേകിച്ച് സ്പിരിച്വൽ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഇവരിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ഇവർ പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇനി സ്ത്രീ ജാതകത്തിൽ 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ അവരവരുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ലവറിനെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് എവിടെയെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ഒരു ഗ്യാതറിങ് നടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷനിലോ, ഒരു കൂട്ടായ്മയിലോ വെച്ചോ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇവൻറ്റിൽ വെച്ചോ, അല്ലെങ്കിൽ ഒക്കൽട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു റിച്വൽസ് നടക്കുന്ന സ്ഥലത്ത് വെച്ചോ ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നീട് അത് വിവാഹത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പം ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ൽ വ്യാഴം നിൽക്കുന്നവർക്ക് പൊതുവെ ഇവരുടെ
ഇൻലോസിന്, അതായത് ഭർത്താവിൻ്റെയോ അല്ലെ ഭാര്യയുടെയോ അച്ഛനമ്മമാരുടെ മുന്നിൽ ഇവർക്കൊരു പരിധിക്ക് മുകളിൽ വിലയുണ്ടാവില്ല. ഒരു പരിധിക്ക് മുകളിൽ ഇവർക്കൊരു നിലവാരം ഇവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. അവർ ചിലപ്പോൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഇവരെ ഒരുപാട് സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നുമുണ്ടാവും. പക്ഷേ 2-ൽ വ്യാഴം നിൽക്കുന്നവർക്ക് പൊതുവെ ഇൻലോസിൻ്റെ മുന്നിൽ ഒരു വിലക്കുറവായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡോ അല്ല വൈഫിനോ ഇവരോടുള്ളതിനേക്കാട്ടിലും കൂടുതൽ സ്നേഹം അവരുടെ അച്ഛനമ്മമാരോടായിരിക്കും, അറ്റാച്ച്മെൻറ്റും എല്ലാം അവരുടെ അച്ഛനമ്മമാരോടായിരിക്കും. അപ്പം അങ്ങനൊരു ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും. പൊതുവേ 2-ാം ഭാവത്തിലെ വ്യാഴം ഇത്രയൊക്കെയാണ് പറയുന്നത്. ഉള്ളിലുള്ളതും പുറത്തുള്ളതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വ്യാഴത്തിനുണ്ടാവും. വ്യാഴം 2-ാം ഭാവത്തിൽ അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ വളരെ ശക്തമായ ഒരു അഭിപ്രായം. നാമമൊക്കെ ജപിക്കും, മന്ത്രമൊക്കെ ജപിക്കാനോ കഴിവുണ്ട്, പക്ഷെ അത് ഉള്ളിലേക്ക് എടുക്കാനോ അത് ഉൾക്കൊള്ളാനോ ഉള്ള ഒരു ശേഷി ഇവർക്ക് ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഇത്രയൊക്കെയാണ് പൊതുവെ 2-ലെ വ്യാഴത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് 10-ൽ വ്യാഴം വക്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലൈനിൽ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയും നിങ്ങളുടെ രീതികളും നിങ്ങളുടെ നന്മയൊന്നും ഒരിക്കലും കൊണ്ടുവന്ന് കർമ്മത്തിലേക്ക് ഇടരുത്. ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ച്, അതായത് നിങ്ങൾ സ്പിരിച്വൽ ആയതുകൊണ്ട് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾ വേറൊരാളെ വിശ്വസിച്ചാൽ നിങ്ങൾ ചിലപ്പം പരാജയപ്പെട്ടു പോകും, തോറ്റുപോകും. അപ്പം അത് രണ്ട് രീതിയിൽ കൊണ്ടുപോകണം. അതിനെപ്പറ്റി നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം. 10-ലെ വ്യാഴത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇനി നമുക്ക് രാഹു 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ കുറിച്ച് നോക്കാം. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ശബ്ദം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്, ഈ അനുകരണ ശേഷിയുള്ളവരാണ്, വോയിസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്, രഹസ്യമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളവരാവാനാണ് സാധ്യത. അതുപോലെ തന്നെ വാക്കുകൊണ്ട് ആൾക്കാരെ മയക്കി തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവരാണ്. വോയിസ് മോഡുലേഷൻ കൊണ്ട് തങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ കഴിവുള്ളവരാണ്. പൊതുവെ രാഹുവിൻ്റെ ദശയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. 2-ലെ രാഹു എന്നൊക്കെ പറയുന്നത് ആ ദശയൊക്കെ വരുമ്പം എന്ന് പറയുന്നത് നല്ല ട്രാക്കിൽ പോയിട്ട് നമ്മളെ സമ്പത്ത് കൊണ്ടങ്ങ് ഉയർത്തും. എന്നിട്ട് നമ്മൾ അക്കരപ്പച്ച കണ്ടിട്ടൊരു ചാട്ടം ചാടും. അത് കൂട്ടുകച്ചവടത്തിൽ ചിലപ്പം, അതായത് കോമ്പറ്റീഷൻ വേൾഡിലുള്ള ജോലിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, തകർന്നു പോകുന്നത്. വേറൊരു സാധനം കണ്ടിട്ട് അങ്ങോട്ട് ചാടി പോകും. റിലേഷൻഷിപ്പിൽ വളരെ സസ്റ്റെയിനായിട്ട് പോകുന്ന റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറൊരു ഫാസിനേഷൻ വന്നിട്ട് അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതും പോകും, ഇതും പോകും, തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതും കാണത്തില്ല, ഇതും പോകും. അതുപോലെ ധനപരമായിട്ട് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് തിരിക്കും. കുറച്ച് താമസികമായിട്ട് രാഹു താമസനാണ്. അപ്പം താമസികമായിട്ടൊരു സബ്ജക്റ്റ് വരും. അങ്ങനെ ആഗ്രഹങ്ങൾ നിർത്താം, അത്യാർത്ഥി നിർത്താം, അങ്ങനെ അങ്ങ് പോകും. പൊതുവേ അട്രാക്റ്റ് ചെയ്യാനും അടുപ്പിച്ച് നിർത്താനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട്. പക്ഷേ കള്ളം നന്നായിട്ട് പറയും. 2-ലെ രാഹുവിൻ്റെ ഒരു പ്രശ്നമാണത്. 2-ലെ രാഹു നന്നായിട്ട് കള്ളം പറയും. അല്ലെങ്കിൽ ഒരു വിഷയത്തെ പാമ്പിനെ പോലെ വളച്ചൊടിച്ച് കളയും. അതായത് വളഞ്ഞു പുളഞ്ഞല്ലേ പാമ്പ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളഞ്ഞിത് പറഞ്ഞ് അവതരിപ്പിച്ച് കളയും. ഭയങ്കര ദേഷ്യപ്പെടേണ്ട ഒരു സാധനം, അല്ലെങ്കിൽ കേട്ടാൽ ഹേർട്ടാവുന്ന ഒരു സാധനം, അല്ലെങ്കിൽ സാധിച്ചെടുക്കുന്ന ഒരു സാധനം ഇവർ വളഞ്ഞ് പുളഞ്ഞ് അത് പറഞ്ഞ് അവതരിപ്പിച്ച് എതിരെ നിൽക്കുന്നവരിൽ നിന്നും അത് കൈയടി വാങ്ങിച്ചെടുക്കാനുള്ളൊരു ശേഷി 2-ലെ രാഹുവിനുണ്ട്. 2-ലെ രാഹു അതിൻ്റെ ദശയോ അപഹാരകാലമോ നടക്കുന്ന സമയത്ത് കുടുംബമായിട്ടോ അല്ലെങ്കിൽ ജോലിയിലോ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള അവരുടെ സോഴ്സിൽ, ഇപ്പോൾ ജോലി തന്നെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് ജോലി അല്ലായിരിക്കും ചിലപ്പോൾ ധനപരമായിട്ടുള്ള സോഴ്സുകൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സോഴ്സ് ഇവിടെ 2-ാം ഭാവം ധനമായതുകൊണ്ട് ധനത്തിൻ്റെ സോഴ്സ് 2-ാം ഭാവമല്ലേ. അപ്പം അതിൻ്റെ ജോലിയും കൂടെ പറയാം നമുക്ക്. അപ്പം നമ്മുടെ ആ ധനത്തിൻ്റെ സോഴ്സ് കട്ടാവണമെങ്കിൽ ഒന്ന് ജോലി പോകണമല്ലേ ശമ്പളം കിട്ടാതിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഇഷ്യൂസ് വരാം. അല്ലെങ്കിൽ ജോലി എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് പെടാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. രാഹുവിൻ്റെ ദശ തുടങ്ങുന്ന സമയം അത്. അതുപോലെ തന്നെ രാഹു ദശയിൽ കുജൻ്റെ അപഹാരം ഒക്കെ വരുന്ന കാലം, രാഹുവിൽ കേതുവിൽ രാഹുവിൻ്റെ മധ്യഭാഗം, ഈ 3 സമയങ്ങളും നന്നായിട്ട് സൂക്ഷിക്കണം. രാഹുർദശയിൽ രാഹുവിൻ്റെ അപഹാരം, അതുപോലെ തന്നെ രാഹുർദശയിൽ കേതുവിൻ്റെ അപഹാരം, അതുപോലെ തന്നെ രാഹുർദശയിൽ ചൊവ്വയുടെ അപഹാരം. ഇതൊക്കെ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അത് കഴിഞ്ഞ് വരുന്ന വ്യാഴത്തിൻ്റെ ദശയിലൊക്കെ ചിലപ്പം നന്നായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുപോലെ കേതു 2-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ
കേതു ഇൻട്രോവേർട്ട് ആണെങ്കിലും 2-ൽ കേതു എന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അത് പറഞ്ഞതാണല്ലോ എന്ന് നമ്മൾ പറയും. അപ്പോൾ വീണ്ടും ചോദിച്ചോണ്ടിരിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതിങ്ങനെ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കും. രാഹുവിനും ഉണ്ട് ഈ ഒരു അസുഖം. കാരണം കേതുവിൻ്റെ ഒരു ദൃഷ്ടി രാഹുവിനുണ്ടല്ലോ, രാഹുവിൻ്റെ ദൃഷ്ടി കേതുവിനുണ്ട്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരുദ്ധ്യം 2-ലെ കേതുവിനുണ്ട്. 2-ലെ കേതു നന്നായിട്ട് സംസാരിച്ചാൽ നന്നായിട്ട് ദേഷ്യപ്പെടും. 2-ലെ കേതു ഉള്ളവർ പലരും ഇൻട്രോവേർട്ട് ആവുന്നത് കണ്ടിട്ടുണ്ട്. 2-ലെ കേതു ഉള്ളവർ പൊതുവേ സ്റ്റാമറിങ് ഒക്കെ വരുന്നവരെ ചില ആൾക്കാർക്ക് 2-ലെ കേതു കണ്ടിട്ടുണ്ട്. കേതുവിൻ്റെയും ബുധൻ്റെയും കൂടെ യോഗം വന്നിട്ട് 6-ാം ഭാവത്തിൻ്റെ നക്ഷത്രത്തിലൊക്കെ നിൽക്കുകയോ 6-ാം ഭാവാധിപനെ അംശിക്കുകയൊക്കെ ചെയ്യുക, 6-ാം ഭാവാധിപനെ ദൃഷ്ടി വീഴുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നാവിന് വിക്ക് വരിക, ഇങ്ങനെയൊക്കെ വരും. 2-മായിട്ട് ബന്ധപ്പെട്ടിട്ട് വാക്ക്, ധനം, കുടുംബം, വീട്, വിദ്യാഭ്യാസം എന്നിവയായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ഒരു ഭ്രാന്ത് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകും. അതായത് എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടാവും, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും, ഓവർ തിങ്കിങ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ട് വരും. ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് നോക്കി പഠിച്ചിട്ട് മാത്രം, അനുഭവത്തിൽ വന്ന ശേഷം മാത്രം പറയുക. അനുഭവത്തിൽ വന്നാൽ ധൈര്യമായിട്ട് പറയുകയും ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ എക്സൈറ്റിംഗ് സബ്ജക്റ്റുമായിട്ട് കാണാം.